ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ്. NSAIDs നോക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായ ടോപ്പിക്കാണ്. എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫാർമക്കോളജിയിൽ നിന്നായാലും മെഡിസിൻ കെമിസ്ട്രിയിൽ നിന്നായാലും പ്രതീക്ഷിക്കാൻ പറ്റും. കാര്യം NSAIDനെ സംബന്ധിച്ച് നമുക്ക് ഫാർമസിസ്റ്റിന്റെ വ്യൂവിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇത് OTC ഡ്രഗ്സ് ആണ് പലതും വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് NSAID എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ബേസിക് മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് അറിയണം. സോ നമുക്ക് NSAID കൊടുക്കുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരെ നമ്മൾ ബൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കോക്സ് എൻസൈംസിനെയാണ്. സോ എങ്ങനെയാണ് നോർമലി ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്? ഒരാൾ വീഴുകയോ ചതവുണ്ടാവുകയോ മുറിവുണ്ടാവുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അത് എല്ലാവർക്കും അറിയാം. സോ ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ഫോസ്ഫോലിപ്പിഡ്സ്, അരക്കിഡോണിക് ആസിഡ്, PG2, PGI2, PGH2, PGE2, PGF2 ആൽഫ, PGD2 ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഈ അരക്കിഡോണിക് ആസിഡിന്റെയും PG2വിന്റെയും ഇടയിലാണ് COX-1, COX-2 എൻസൈംസ് വരുന്നത്. സോ ഈ COX-1നെയും COX-2വിനെയും ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് NSAIDs നോർമലി ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. സോ നമുക്ക് ഓരോന്നിന്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് നോക്കാം. പലതിനും പല യൂസുകളാണ്. സോ നമുക്ക് മുമ്പോട്ട് നോക്കാം കേട്ടോ. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ഇത് മനസ്സിലാക്കി വെക്കാം. സോ ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും മെക്കാനിസം ഓഫ് ആക്ഷൻ നിങ്ങൾക്ക് എഴുതേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മെക്കാനിസം ആക്ഷൻ ഇലാബറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യം എന്ത് ചെയ്യാം, ഇത് എഴുതാമെന്നുള്ളതാണ്. സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കാൻ പോവാണ്. സോ ഇവിടെ ഞാൻ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഡ്രഗ്സുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും എന്തുകൊണ്ട് ഈ മാർക്ക് ചെയ്യാൻ റീസൺ എന്ന്. സോ ഇത്രയും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് നമുക്ക് സിലബസിൽ ഇല്ലാത്തതാണ്. എന്നാൽ സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്ററും കൂടെ പഠിക്കുന്നത് നല്ലതാണ്, ഫാർമക്കോളജിക്ക് ഉപയോഗം വരും. സോ ഫസ്റ്റ് വൺ ഈസ് സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവ് ആസ്പിരിൻ സോഡിയം സാലിസിലേറ്റ്, പാരാ അമിനോഫീനോൾ ഡെറിവേറ്റീവ്സിന് പാരസെറ്റമോൾ, ഫിനാസെറ്റൈൻ, ആൻഡ് പൈറസോൾഡിൻ ഡയോൺ ഡെറിവേറ്റീവ്സ് ഫിനൈൽ ബ്യൂട്ടസോൺ, ആന്ത്രനിലിക് ആസിഡ് ഡെറിവേറ്റീവ് മെഫനാമിക് ആസിഡ് ആൻഡ് മെക്ലോഫെനമൈറ്റ് ആണ്. സോ മെഫനാമിക് ആസിഡ് ഇമ്പോർട്ടൻറ്റ് ആണ്. നമുക്ക് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സിന്തസിസും നോക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് അരിയിൽ അൽക്കോണിക് ആസിഡ് ഡെറിവേറ്റീവ്. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് രണ്ടും പഠിക്കാൻ പറ്റുന്നില്ല. ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്നും അല്ലെങ്കിൽ ഇന്ത്യൻ അസറ്റിക് ആസിഡ് എന്നും സബ് ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഡോമെത്താസിൻ അല്ലെങ്കിൽ സുൾഡാക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ, കുഴപ്പമില്ല. ആൻഡ് ഫിനൈൽ അസറ്റിക് അല്ലെങ്കിൽ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവിന് എക്സാമ്പിൾ ആണ് ഐബുപ്രൂഫൻ അല്ലെങ്കിൽ ഇബുപ്രൂഫൻ എന്ന് പറയാം. അതിൻ്റെ സിന്തസിസ് സ്ട്രക്ചറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈക്ലോഫെനാക്ക്, നപ്രോക്സിൻ ആൻഡ് കീറ്റോറിലാക്ക്, ഇത്രയും ഡ്രഗ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് തറവായിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ പഠിക്കാം. നമുക്ക് ഓരോ ഡ്രഗ്സ് നമുക്കിനി നോക്കാം. സോ ഫസ്റ്റ് ഡ്രഗ് നമ്മൾ നോക്കാൻ പോകുന്ന ആസ്പിരിൻ ആണ്. സോ അതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് സാലിസിലേറ്റ്സിനെ പറ്റി അറിയണം. സോ സാലിസിലേറ്റ്സിന് ആൻറ്റി പൈററ്റിക് ആക്ടിവിറ്റി ഉണ്ട്, അനാൽജസിക് ആക്ടിവിറ്റി ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. എന്നാൽ തന്നെയും ഒരുപാട് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സും വേറെ ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഡ്രഗ് കാറ്റഗറിയാണ് സാലിസിലേറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ ഗൗട്ട് ആർത്രൈറ്റിസിന് യൂസ് ചെയ്യാറുണ്ട്. സോ സാലിസിലേറ്റ്സിന് അണ്ടറിൽ വരുന്ന ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാർഡിയാക് പേഷ്യൻസിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ MI ഒക്കെ, മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രോഫൈലാക്സ് ആയിട്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതുമാത്രമല്ല ആസ്പിരിന് കോളൻ ക്യാൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത് ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഇതിൻ്റെ ആവശ്യമില്ല. 10 മാർക്കിനൊക്കെ ചോദിക്കുവാണ്, സാലിസിലേറ്റ്സിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ മാത്രം ഇങ്ങനെ വാരി വലിച്ചെഴുതിയാൽ മതി, ഇല്ലെങ്കിൽ ഇത്രയൊന്നും ആവശ്യം വരില്ല കേട്ടോ. മിക്കവാറും ഇവിടുന്ന് ഡ്രഗ്സ് എടുത്ത് ചോദിക്കാനാണ് ചാൻസ് മിക്കവാറും കാണുന്നത്. സോ ആസ്പിരിൻ നോക്കാം. സ്ട്രക്ചർ ഭയങ്കര സിമ്പിളാണ്. ഒരു COHൻ്റെയും OCO-CH3യുടെയും മാത്രം അറ്റാച്ച്മെന്റ് നോക്കിയാൽ മതിയാകും. സോ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡറാണ്, സ്ലൈറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ, സോലബിൾ ഇൻ ആൽക്കഹോൾ. സോ ആസ്പിരിൻ പഠിച്ചു വെച്ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ആസ്പിരിൻ ഒരുപാട് യൂസുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലാബിൽ കൂടെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡ്രഗും കൂടെയാണ്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മോഡ് ഓഫ് ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈക്ലോജിനേസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത്. എന്നാൽ തന്നെയും ത്രോംബോക്സിനേസ് സിന്തസൈസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുമാത്രമല്ല പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കുറയ്ക്കാൻ വേണ്ടി, അത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ്റെ യൂസിൽ വരുന്നതാണ്. സോ നമുക്കിവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ സൈക്ലോജിനേസ് എൻസൈം എന്ന് മാത്രം നോക്കിയാൽ മതിയാവും. സോ മെഡിസിൻ യൂസ് നേരത്തെ പറഞ്ഞതുപോലെ പെയിന് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം, ആർത്രൈറ്റിസിന് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ആൻറ്റി റൊമാറ്റിക്
കണ്ടീഷൻ, മയോകാർഡിൽ ഇൻഫാക്ഷൻ, അനാൽജസിയ, ആൻറ്റിപൈററ്റിക്. എളുപ്പമാണ്, അധികമൊന്നുമില്ല. സോ മോഡ് ഓഫ് ആക്ഷൻ ഒന്നും കൂടെ പറയാം, സൈക്ലോജനൈസ് ആണ് ആൻഡ് ത്രോംബോക്സിനൈസ് സിന്തറ്റൈസിനെയാണ് ബൈൻഡ് ആക്കുന്നത്. മെഡിസിൻ യൂസ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എന്നുള്ളത് പോലെ തന്നെ മോഡറേറ്റ് പെയിന് കൊടുക്കാം, ആർത്രൈറ്റിസിന് കൊടുക്കാം എന്നുള്ളതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിനേക്കാൾ മോർ ഓവർ വേറെ യൂസുകൾ വരുന്നു എന്നുള്ളതാണ്. സോ മോഡറേറ്റ് പെയിന്, പിന്നെ ആർത്രൈറ്റിസിന് കൊടുക്കുന്നു, പിന്നെ മയോകാർഡിൽ ഇൻഫെക്ഷൻ, അനാൽജസിക്സ്, ആൻറ്റിപൈററ്റിക് ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് സോഡിയം സാലിസിലേറ്റ്സ് ആണ്. സോ കെമിക്കൽ നെയിം സോഡിയം സാലിസിലേറ്റ്, മോണോ സോഡിയം സാലിസിലേറ്റ് ബെൻസോയിക് ആസിഡ്, 2-ഹൈഡ്രോക്സി മോണോസോഡിയം സോൾട്ട് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കെമിക്കൽ നെയിം പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്ക്, കുഴപ്പമില്ല. സോ പ്രോപ്പർട്ടീസ് വൈറ്റ് ക്രിസ്റ്റലിൻ പൗഡർ തന്നെയാണ്, വാട്ടറിൽ സോലുബിൾ ആണ്, സ്പെയറിംഗ്ലി സോലുബിൾ ഇൻ ആൽക്കഹോൾ. ലൈക്ക് ആസ്പിറിൻ പോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ആക്ഷനും വരുന്നത് കേട്ടോ. സോ മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ ഫീവറിന് ഉപയോഗിക്കാറുണ്ട്, പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഓൾസോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്. ആസ്പിറിൻ എങ്ങനെയാണോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉള്ളത് അതുപോലെ തന്നെയാണ്. പിന്നെ ഗൗട്ടിന് നമുക്ക് സിംറ്റമാറ്റിക് തെറാപ്പി, അതായത് നമുക്കറിയാം ഗൗട്ടിന് കാണിക്കുന്ന സിംറ്റംസ് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് കൊടുക്കാം, അതിനുള്ള സിംറ്റംസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കാം. സോ സ്ട്രക്ചർ നോക്കുക, ഏകദേശം അറ്റാച്ച്മെന്റിന് അവിടെ മാത്രം OHCONA ഒരു അറ്റാച്ച്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. നന്നായിട്ട് വരച്ച് പഠിക്കാം കേട്ടോ സ്ട്രക്ചറൊക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ PMNO ഫീനോൾ ഡെറിവേറ്റീവ്സ് ആണ്. സോ ഇതിന് അനാൽജസിക് ആൻറ്റിപൈററ്റിക് ആക്ഷൻ ഉണ്ട്, എന്നാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് കുറവാണ് ഈ പാരാഅമിനോ ഫീനോൾ ഡെറിവേറ്റീവ്. ഇപ്പോൾ എക്സാമ്പിൾ പാരസ്റ്റമോളിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, എന്നാൽ തന്നെയും അത് കുറവാണ്, ഭയങ്കര കമ്പയർലി കുറവാണ്. നമുക്കതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കാറ്റഗറിയിൽ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് പാരസ്റ്റമോൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചർ മറന്നു പോകരുത്. ഇനി ഈ പാരസ്റ്റമോൾ സ്ട്രക്ചറിന് നിങ്ങൾ മരിക്കുന്നിടത്തോളം മറക്കാൻ പാടില്ല, കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ കെമിക്കൽ നെയിം 4-ഹൈഡ്രോക്സി അസെറ്റിനൈഡ് അസെറ്റമൈഡ് N4-ഹൈഡ്രോക്സി ഫീനൈൽ ആണ്. സോ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ പാരസ്റ്റമോൾ ഗുളിക എങ്ങനെ വെള്ള കളറിൽ ഉണ്ടാവുക. സോ വൈറ്റ് കളർ ക്രിസ്റ്റലിൻ പൗഡർ ആണ്. സോ സ്പെയറിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ, സോലുബിൾ ഇൻ ആൽക്കഹോൾ, സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ മെഥിലൈൻ ക്ലോറൈഡ് ആണ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാരസ്റ്റമോൾ പ്രൊഡ്യൂസ് ആൻറ്റിപൈറസിസ് ബൈ ആക്ഷൻ ഓഫ് ഹൈപ്പോതലാമാറ്റിക് ഹാർട്ട് റെഗുലേറ്റിംഗ് സെന്റർ ആൻഡ് അനാൽജസിയ ബൈ elevating the brain threshold NHCOCH3. സോ ബേസിക്കലി നമുക്കറിയേണ്ടത് പാരസ്റ്റമോൾ കൊടുക്കുന്നത് നമുക്ക് എലിവേറ്റഡ് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരസ്റ്റമോൾ യൂസ് ചെയ്യാറുള്ളത്. നോർമൽ ബോഡി ടെമ്പറേച്ചർ ഒരിക്കലും കുറയ്ക്കില്ല. സോ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഹൈപ്പോതലാമാറ്റിക് ഹാർട്ട് റെഗുലേറ്ററി സെൻറ്റർ ഉണ്ട്, അവിടെയാണ് ആക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ NH3COCH3 ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് എലിവേറ്റഡ് പെയിന് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ അനാൽജസിക് ആക്ടിവിറ്റി കിട്ടുന്നത് കേട്ടോ. സോ ഈ ഒരു കാര്യം മാത്രം നോക്കുക. സോ സ്ട്രക്ചറിൽ NHCOCH3ക്ക് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ വരയ്ക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയെങ്കിലും ഒന്നും വരച്ചൊന്നും വെക്കരുത്. സോ കാര്യം NHCOCH3ക്ക് തന്നെ ഈ പെയിൻ കുറയ്ക്കേണ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിലവൻ്റ് ആണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. സോ പാരസ്റ്റമോൾ അത്രേ പറയാനുള്ളൂ. സോ നെക്സ്റ്റ് വൺ അതിൻ്റെ ബാക്കി ടോക്സിറ്റി നോക്കണം. പാരസ്റ്റമോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓവർ ഡോസ് കൊടുത്താൽ ഹെപ്പാറ്റോ ടോക്സിക് അല്ലെങ്കിൽ ഹെപ്പാറ്റോ നെക്രോസ് ഉണ്ടാവുന്ന ഒരു ഡ്രഗാണ് പാരസ്റ്റമോൾ. സോ ഹൈലി ടോക്സിക് എന്ന് വേണമെങ്കിൽ പറയാം, കണ്ടിന്യൂസ് യൂസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ജസ്റ്റ് ഒരു പോയിന്റ് ആണ്. സോ മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻറ്റിപൈററ്റിക്, അനാൽജസിക്, അതായത് എലിവേറ്റ് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുക, വേദന കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല ആർത്രൈറ്റിസിന്, റൊമാറ്റിക് കണ്ടീഷൻസിന്, മസ്കുലോസ്കെലറ്റൽ പെയിൻസുകൾ, ഹെഡ് ഏക്ക്, ന്യൂറാൾജിയ, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആസ്പിറിൻ സെൻസിറ്റീവ് പേഷ്യൻസ് ഉണ്ട്. എല്ലാ പേഷ്യൻസിനും ചിലപ്പോൾ ആസ്പിറിൻ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, പാരസ്റ്റമോൾ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഫീനാസെറ്റിൻ ആണ്. സോ സ്ട്രക്ചർ നോക്കുക. സോ NHCOCH3യും OC2H5 ആണ്. സോ കെമിക്കൽ നെയിം നോക്കുക, P-അസറ്റോഫെനറ്റഡൈൻ അസറ്റാമൈൻ N4-എത്തോക്സിഫീനോൾ അസറ്റോഫെനാറ്റഡൈൻ P-എത്തോക്സി അസറ്റാനിലൈഡ് ആണ്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കെമിക്കൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് അല്ല. സോ പ്രോപ്പർട്ടീസ്, ഇറ്റ് എക്സിസ്റ്റ് ഇൻ എ വൈറ്റ് ഗ്ലിസ്റ്ററിംഗ് പൗഡർ വിത്ത് ബിറ്റർ ടേസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിക്കുന്ന ഗുളിയെല്ലാം ബിറ്റർ ടേസ്റ്റ് തന്നെയാണ്. സോ അതുകൊണ്ട് അങ്ങനെ മൈൻഡാക്കി വയ്ക്കുക. സ്പെയറിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് സോലുബിൾ ഇൻ ക്ലോറോഫോം, എല്ലാം ബിറ്റർ ടേസ്റ്റ് ആണെന്ന് കരുതരുത് കേട്ടോ. സോ മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ അനാൽജസിക് ആണ്, ആൻറ്റിപൈററ്റിക് ആണ്, ആസ്പിറിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് അത്രയും എന്തില്ല, ആൻറ്റി ഇൻഫ്ലമേറ്ററി
പ്രോപ്പർട്ടി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഫോർ ടോക്സിറ്റി, സോ ദാൻ പാരസ്റ്റമോൾ, പാരസ്റ്റമോളിനേക്കാൾ കൂടുതൽ ടോക്സിറ്റി കാണിക്കാറുണ്ട്. സോ ഇറിവേഴ്സിബിൾ കിഡ്നി ഡാമേജ്, പ്രൊലോങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഈ ഗുളിക ഇപ്പോഴും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നു എന്നുള്ളതാണ്. സോ നോക്കി വെക്കുക ഫിനാസെറ്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിനൈൽ ബ്യൂട്ടസോൺ ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് പൈറോസോൾഡിൻ ഡെറിവേറ്റീവ്സ് ആണ്. സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള, അതായത് ഫിനൈൽ ബ്യൂട്ടസോൺ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്സി ഫെൻ ബ്യൂട്ടസോണോ അല്ലെങ്കിൽ സൾഫൈൻ പൈറോസോണോ ഒന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പം ഞാൻ ഇതിൽ 3 ഡ്രഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം, NSAID തന്നതിന് ശേഷം അതിൽ നിന്ന് 2 ഡ്രഗിൻ്റെ എക്സാമ്പിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം എന്ന് വരില്ല. 2 ഡ്രഗോ അല്ലെങ്കിൽ 3 ഡ്രഗോ അല്ലെങ്കിൽ 4 ഡ്രഗോ ഒന്നും ഓർമ്മ ഉണ്ടാവും എന്ന് വരില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ ബേസിക് സ്ട്രക്ചറാണ്, അതായത് നമ്മുടെ പൈറസോൾഡിൻ ഡെറിവേറ്റീവ്സിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. സോ ഈ ബേസിക് സ്ട്രക്ചർ പഠിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ് വരുന്ന ഗ്രൂപ്പുകളും കൂടെ നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ 3 ഡ്രഗ് ഓട്ടോമാറ്റിക്കലി പഠിക്കും. സോ വേറെ സ്ട്രക്ചർ കിട്ടില്ല, ഇത്തിരി വലിയ സ്ട്രക്ചർ വേണം. കാര്യം ഇപ്പോൾ എക്സാമ്പിൾ 2 സ്ട്രക്ചർ ചോദിക്കുമ്പോൾ ആസ്പിറിനും പാരസ്റ്റമോളും വരച്ച് നല്ലത് തന്നെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവർ പ്രതീക്ഷിക്കുക ഇച്ചിരി വലിയ സ്ട്രക്ചർ വരയ്ക്കുക, അപ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഇതിന് ഈ ഒരു സ്ട്രക്ചറും വേറെ ഏതെങ്കിലും സ്ട്രക്ചറും, ഇപ്പം നമുക്ക് സ്റ്റാർ എന്ന സ്ട്രക്ചറും കൂടെ പഠിച്ചു കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വരുന്ന സബ് ക്ലാസ് ഡ്രഗുകളോട് പഠിച്ചിട്ട് അറ്റാച്ച്മെൻറ്റും വരച്ചു വെച്ചാൽ നമുക്ക് മാർക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത് ട്രിക്കാണ്. സോ ഇങ്ങനെയൊക്കെ എഴുതിയാലും നമുക്ക് അവരൊന്ന് പറ്റിക്കാൻ പറ്റും. സോ ഫിനൈൽ ബ്യൂട്ടസോണിന് ആൻറ്റി പൈററ്റിക് അനാൽജസിക് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്. ടോക്സിറ്റി കാരണം നമ്മളിപ്പോൾ അധികം ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ, ഭയങ്കര ടോക്സിക് ആണ്. സോ ബേസിക്കലി ഈ ഒരു സ്ട്രക്ചർ പഠിക്കുന്നതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ പറ്റുവാണെങ്കിൽ ഒന്ന് പഠിക്കുക. കാര്യം ഓക്സിഫെൻ ബ്യൂട്ടസോണും സൾഫിൻ പൈറസോണും ആണ്. സോ അറ്റാച്ച്മെൻറ്റ് എളുപ്പമാണ്. HOH പിന്നെ C4H9 C4H9 തന്നെയാണ് രണ്ടാമത്തിൽ വരുന്നത്. ലാസ്റ്റ് മാത്രമേ ഈ സൾഫൈൻ പൈറസോണിന് മാത്രമേ ഒരു സൾഫർ അറ്റാച്ച്മെൻറ്റ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചാൽ നമുക്ക് ഇച്ചിരി സ്കോർ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ആന്ത്രാനിലിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ്, മെഫ്നാമിക് ആസിഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിന്തസിസ് പഠിക്കണം. സോ മെഡിസിൻ യൂസ് അനാൽജസിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ്. സോ സിന്തസിസ് നോക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സിന്തസിസ് ചെയ്യുന്നത്? ഇറ്റ് മേ ബി പ്രിപ്പയർഡ് ഫ്രം ദ കണ്ടൻസേഷൻ ഓഫ് benzoic acid with a 2,3-silidine in the presence of potassium carbonate to give potassium salt of mefenamic acid. So mefenamic acid ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 2 സാധനങ്ങൾ വേണം. എന്തൊക്കെ വേണ്ടത്? benzoic acid വേണം, 2,3-silidine വേണം. സോ ഈ 2 സാധനവും വേണം. ഇത് നമ്മൾ എന്താണ്, പൊട്ടാസ്യം കാർബോണേറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മെഫനാമിക് ആസിഡ് കിട്ടും എന്നുള്ളതാണ്, അതിൻ്റെ സോൾട്ട് കിട്ടും. സോ വിച്ച് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മെഫനാമിക് ആസിഡ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഈ 3 പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചോളൂ. ഒന്നാമത് എന്താണ്, ബെൻസോയിക് ആസിഡ് പഠിച്ചില്ലേ? സോ 2,3-silidine, സോ 2,3-silidine കിട്ടണം. ഇനി പൊട്ടാസ്യം കാർബോണേറ്റ് വേണമെങ്കിൽ HCl പ്രസൻസും കൂടെ, HCl കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ HCl കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മെഫനാമിക് ആസിഡ് കിട്ടുമെന്ന് പഠിച്ചാൽ മതി. സിമ്പിളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ഇത് വരയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഡോൺ വറി. നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് പഠിക്കുന്നത് എഴുതുന്നു പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് അധികം കുറയ്ക്കില്ല. മേ ബി ചിലപ്പോൾ ഈ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇത്രയും പഠിച്ചിരിക്കാൻ ചില ബുദ്ധിമുട്ടായിരിക്കും. സോ 2-3 വാക്കുകൾ മാത്രം പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും മാർക്കൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് മേ ബി 3 മാർക്ക് എന്നുള്ളത് ചിലപ്പോൾ 2 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്ക് എന്നുള്ളത് ഒരു 4 മാർക്കൊക്കെ ചിലപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ സ്ട്രക്ചറും വരച്ച് വെക്കുക, ഈ സിന്തസിസും എഴുതി വെക്കുക, മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ, അത് ടെൻഷൻ അടിക്കണ്ട. സോ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മെക്ലോഫെനാമൈറ്റ് സോഡിയം ആണ്. സോ സ്ട്രക്ചർ കണ്ടല്ലോ, CONAയും വരുന്നുണ്ട്. സോ ബാക്കി നമുക്ക് ഒരുപാട് ക്ലോറിനും CH3ൻ്റെയൊക്കെ അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു NSAIDലെ സ്ട്രക്ചേഴ്സ് ഒക്കെ എളുപ്പമാണ്, എല്ലാ സ്ട്രക്ചേഴ്സും എളുപ്പമാണ്, ഭയങ്കര സിമ്പിളാണ്. നമുക്ക് എല്ലാം കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ മെഡിസിൻ യൂസ് അനാൽജസിക് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി പൈററ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അക്യൂട്ട് ക്രോണിക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഓസ്റ്റോ ആർത്രൈറ്റിസിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു സംശയം വരും, എന്താണ് അക്യൂട്ട്, എന്താണ് ക്രോണിക്? സോ അക്യൂട്ട് വെച്ചാൽ സഡൻ ആയിട്ട് വരുന്നതാണ് അക്യൂട്ട്. ക്രോണിക് വെച്ചാൽ പ്രൊലോങ്ഡ് ആയിട്ട്, അതായത് സിംറ്റംസ് കണ്ടിന്യൂസ് ആയിട്ട് 2-3 വർഷമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ക്രോണിക് എന്ന് പറയുക കേട്ടോ. 2 കണ്ടീഷനാണ്. സോ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട.
സോ എനിക്കൊന്ന് മെഡിസിൻ കെമിസ്ട്രിയിൽ നമുക്ക് സ്ട്രക്ചർ യൂസ് അതിൽ തന്നെയാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. എല്ലാവർക്കും അറിയാൻ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് ഈസ് അരൈലക്കനോയിക് ആസിഡ് ആണ്. സോ അതിനുള്ളിൽ വരുന്ന ഇൻഡോൾ അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ് ഇൻഡോമെത്താസിൻ ആണ്. സോ സ്ട്രക്ചർ കണ്ടല്ലോ, ഇൻഡോമെത്താസിൻ സ്ട്രക്ചറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, ഭയങ്കര എളുപ്പമാണ്, കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ വൈറ്റ് യെല്ലോ ക്രിസ്റ്റലൻ പൗഡർ ആണ്, ഇൻസോലബിൾ ഇൻ വാട്ടർ, സ്പെയറിംഗ്ലി സോലബിൾ ഇൻ ആൽക്കഹോൾ ആണ്. സോ മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി പൈററ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അനാൽജസിക് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഗൗട്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ 2-3 യൂസ് പഠിക്കുക. ഏതുണ്ടെങ്കിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി പൈററ്റിക് ഒക്കെ എഴുതി വെച്ചോളാം. സോ ആലോചിക്കുക, പാരസെറ്റമോൾ എഴുതി വെക്കുക, ബാക്കിയുള്ളതെല്ലാം എഴുതി വെക്കുക കേട്ടോ. സോ സ്ട്രക്ചർ നോക്കിയാലോ, സ്ട്രക്ചർ എന്ന് പറയുമ്പം ഇച്ചിരി സിമ്പിളാണ്, കുഴപ്പമില്ല, ഒന്ന് കുത്തിയിരുന്ന് വരച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സുൾഡാക്കാണ്. സോ സുൾഡാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സുൾഡാക്കിനും നമ്മുടെ ഈ ഒരു ഇൻഡോൾ അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവായ ഇൻഡോമെത്താസിനും ചെറിയൊരു സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. സോ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ യെല്ലോ ക്രിസ്റ്റലൻ പൗഡർ ആണ്, സ്ലൈറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ ആൻഡ് സ്പെയറിംഗ്ലി സോലബിൾ ഇൻ ആൽക്കഹോൾ ആണ്. സോ പ്രോപ്പർട്ടീസ് നോക്കിക്കോളാം. മെഡിസിൻ യൂസ് റുമാറ്റിക് ആൻഡ് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡറിന് യൂസ് ചെയ്യാറുണ്ട്. ലോങ് ടേം റിലീഫ്, അതായത് നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ട്, പിന്നെ അക്യൂട്ട് പെയിൻ ഒക്കെ വരുമല്ലോ, സോ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഗൗട്ടിനും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ സിവിയർ ആയിട്ടുള്ള പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുൾനാക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ സുൾനാക്കൊന്നും ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, കാര്യം നമുക്ക് ഒരുപാട് നമുക്ക് എളുപ്പമുള്ള, അതായത് എളുപ്പം ഇൻ ദ സെൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന കോമൺ ഡ്രഗ്സ് ഉണ്ട്, അതായിരിക്കും കൂടുതലും ചോദിക്കാം. സോ നെക്സ്റ്റ് ഇസ് ഡൈക്ലോഫിനാക് സോഡിയം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ വൈറ്റ്, സ്ലൈറ്റ്ലി യെല്ലോ ക്രിസ്റ്റലൈൻ, ഹൈഗ്രോസ്കോപ്പിക് ആണ്. സോ മെഡിസിൻ യൂസ് റുമാറ്റിക് ആർത്രൈറ്റിസിന് യൂസ് ചെയ്യാറുണ്ട്, പെയിൻ റിലീഫിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, അനാൽജസിക് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതാണ് കേട്ടോ. സോ ഇതാണ് ഡൈക്ലോഫെനാക്ക്. സ്ട്രക്ചർ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. രണ്ട് മീനുകൾ ഒരുമിച്ച് കടിച്ചു വെച്ചുകൊണ്ടിരിക്കുക, NH കടിച്ചു വെച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ പഠിക്കുക, ഷോർട്ട് ഫോം ഒക്കെ ഇട്ട് പഠിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ 2 കണ്ണടാന്ന് പഠിച്ചാലും മതി, 2 കണ്ണടകളുണ്ട് നടുക്ക്, അതിൻ്റെ ജോയിൻ്റ് ആണ് എന്ന് പഠിക്കുക, അങ്ങനെയല്ലേ മതി. സോ നെക്സ്റ്റ് ഈസ് കീറ്റോറിലാക്ക് ആണ്. സോ പ്രോപ്പർട്ടീസ് കളർലെസ് കോമ്പൗണ്ട്, ഫ്രീലി സോലബിൾ ഇൻ വാട്ടർ. സോ യൂസ് പറയുവാണെങ്കിൽ അനാൽജസിക് ആക്ടിവിറ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇത് നോൺ സെലക്റ്റീവ് ഇൻഹിബിറ്റോ ദ എൻസൈം സൈക്ലോജനൈസ് ആണ്. സോ നോൺ സെലക്റ്റീവ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സൈക്ലോജനൈസിന് 1-നെയോ 2-നെയോ ചെയ്യാം, അല്ലെങ്കിൽ 1-ഉം 2-ഉം ഒരുമിച്ചും ചെയ്യാം. അതിന് സ്പെസിഫിക്കായി സെലക്റ്റീവ് ആക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇനി അതുമാത്രമല്ല പൈറോസിലിൻ കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് സ്ട്രക്ചറലി റിലേറ്റഡ് ടു ഇൻഡോമെത്താസിൻ. സോ സ്ട്രക്ചറലി ഏകദേശം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഡോമെത്താസിനുമായിട്ട് നമുക്ക് സ്ട്രക്ചറലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ സ്ട്രക്ചർ എളുപ്പമാണ് കേട്ടോ, അധികമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര എളുപ്പമുള്ള ഒരു സ്ട്രക്ചറാണ്. സോ നെക്സ്റ്റ് ഇസ് ഐബുപ്രൂഫിൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാം. സോ ഐബുപ്രൂഫിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ക്രിസ്റ്റലൻ പൗഡറാണ്. സോ ഇൻസോലബിൾ വാട്ടർ, സോലബിൾ അസറ്റോൺ, മെത്തനോൾ, മീഥിലീൻ ക്ലോറൈഡ് ഒക്കെയാണ്. സോ പ്രോപ്പർട്ടീസ് എൻ്റെ ആവശ്യമില്ല, എപ്പോഴും പറയുന്ന പോലെ തന്നെ. സോ ഐബുപ്രൂഫിൻ ഈസ് എ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐബുപ്രൂഫിൻ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ്. സോ ഇത് ഫാർമക്കോളജിയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നോൺ സ്റ്റെറോയ്ഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് NSAID ആണ്. ഐബുപ്രൂഫിൻ ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി ഓഫ് സൈക്ലോഓക്സിഡേസ് 1 and 2. അപ്പോൾ നമുക്ക് പറയാം അതെന്തൊരു നോൺ സെലക്റ്റീവ് എന്ന് പറയാം. കാര്യം എന്തുകൊണ്ടാണ്, 1-നെയും ചെയ്യുന്നു 2-നെയും ചെയ്യുന്നുണ്ട്. സോ അത് രണ്ടും ചെയ്യാം, ഒന്നുകിൽ രണ്ടും ചെയ്യാം, ഇല്ലെങ്കിൽ 1 മാത്രം ചെയ്യാം, ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ. സോ മെഡിസിൻ യൂസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അനാൽജസിക്, ആൻറ്റി പൈററ്റിക് എഫക്റ്റ് ആണ്. സോ സ്ട്രക്ചർ നോക്കുക, ഭയങ്കര സിമ്പിളാണ് കേട്ടോ. സോ സ്ട്രക്ചർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, അധികമൊന്നും നമുക്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ മെക്കാനിസം ഓഫ് സിന്തസിസ് ആണ്. സോ സിന്തസിസ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഫീനൈൽ അസറ്റിക് ആസിഡിൻ്റെ ബ്രോമിനേഷൻ നടക്കുന്നുണ്ട്. സോ ഡൈമീഥൈൽ സൾഫേറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ ഫെഡറൽ ക്രാഫ്റ്റ് അസറ്റൈലേഷൻ AlCl3ൻ്റെ പ്രസൻസിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻഡോമെത്താസിൻ നമുക്ക് കിട്ടുന്നത് കേട്ടോ. സോ ഇത് നന്നായിട്ട് തറവായിട്ട് പഠിക്കുക, ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്, സ്കിപ്പ് ചെയ്ത് വിടരുത് കേട്ടോ.
സോ നെക്സ്റ്റ് ഈസ് നപ്രോക്സിൻ ആണ്. സോ നപ്രോക്സിൻ ക്രിസ്റ്റലൻ പൗഡർ പ്രാക്ടിക്കലി ഇൻസോൾബിൾ ഇൻ വാട്ടർ ആണ്. ആൻഡ് മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ അനാൽജസിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി പൈററ്റിക് ആക്ഷൻ ഒക്കെ ഉണ്ട്. റൊമാറ്റിക് ആർത്രൈറ്റീസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അക്യൂട്ട് ഗൗട്ടിന് യൂസ് ചെയ്യാറുണ്ട്. സോ സ്ട്രക്ചർ ഉണ്ടല്ലോ. സോ 2 ബെൻസീൻ റിങ് വരയ്ക്കുക. സോ ഞാനിത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോക്ക് ആൻഡ് കീ മെത്തേഡ് എന്ന രീതിയിലാണ് പഠിച്ചത്. സോ ഇവിടെ എങ്ങനെയാ ലോക്ക് ആൻഡ് കീ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സോ 2 ബെൻസീൻ സ്ട്രക്ചർ വരയ്ക്കുന്നുണ്ട്. സോ 2 ബെൻസീൻ സ്ട്രക്ചർ, ഓക്കെ. സോ വരച്ചു കഴിഞ്ഞു. സോ ഡബിൾ ബോണ്ട് വരച്ചു. സോ ഇവിടെ ഇതൊരു വീടാണ്. അപ്പോൾ വീടിന് പകുതി വീട്, ഇത് ഷീറ്റ്, കാർ പോർച്ചാണ് കേട്ടോ, കാർ പോർച്ചാണ്. സോ കാർ പോർച്ചിൽ ബൾബ് ഇട്ടിട്ടുണ്ട്. ബൾബ് എന്ന് വെച്ചാൽ CH ആണ് കേട്ടോ. സോ അത് മാത്രമല്ല, ഈ ബൾബ് എന്ന് പറഞ്ഞാൽ അവർ ഈ വീടിന് പുറത്തും കാണാൻ വേണ്ടിയിട്ട് ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പം മേലേക്കും എന്തുണ്ട്, CH എന്ന ബൾബ് ഉണ്ട്. സോ ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണം, CH3 ആണ്. ഓക്കെ. സോ ബൾബ് കണ്ടു കഴിഞ്ഞല്ലോ, എളുപ്പമാണ്, അത് അത്രയും പഠിച്ചു. ഇനി അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടത് വീടിൻ്റെ താഴേക്കൊരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. സോ അവിടെയാണ് COH3, ഓക്കെ, OCH3. സോ അത് എളുപ്പമാണ് അല്ലേ, ഓയുടെ അറ്റാച്ച്മെൻറ്റും CH അറ്റാച്ച്മെൻറ്റും. സോ അത് മാത്രമല്ല, ഇവർ താഴെയും ബൾബ് ഇട്ടിട്ടുണ്ട്. ആ ബൾബിനാണ് COOH. സോ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ. സോ ഇതുപോലെ പഠിക്കുക. 2 വീടുണ്ട്. സോ ആ വീടിൻ്റെ പകുതി കാർ ഷെഡ് ഉണ്ട്. കാർ ഷെഡിൻ്റെ അകത്ത് ബൾബ് ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ മേലെയും വേറെ ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് COH ഉണ്ട്. സോ താഴേക്കൊരു ബേസ്മെൻറ്റ് ഉണ്ട്. സോ OCH3. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്. സോ ഇതുപോലെയൊക്കെ ഷോർട്ട് ഫോം ഇട്ട് പഠിക്കാം, സിമ്പിളാണ്. അങ്ങനെയൊക്കെ പഠിച്ചൊക്കെ പോയാൽ മതി കേട്ടോ. സോ സമ്മർ നമ്മൾ പറഞ്ഞതുപോലെ NSIDs എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങളിപ്പോൾ മെക്കാനിസം ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ 5 മാർക്കിന് അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞോട്ടെ, വാട്ട് എവർ എന്ത് പറഞ്ഞാലും ആയിക്കോട്ടെ, നിങ്ങൾ അതിൻ്റെ യൂസ് എഴുതാതെ വിടരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രഗിനെ പറ്റി എന്തൊക്കെ അറിയാമോ അതെല്ലാം എഴുതുക. കാര്യം ചിലപ്പോൾ അവർക്കൊക്കെ ദൈവം തോന്നി എന്തെങ്കിലുമൊക്കെ ഒരു മാർക്ക് ഇട്ട് തരും. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും എഴുതാതിരിക്കരുത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ NSIDs എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ഏജൻസിനും അല്ലെങ്കിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മെയിൻ ആക്ഷൻ കോക്സ് ആണ്. സോ എന്ത് ചോദിച്ചാലും NSID എവിടെ നിന്ന് ചോദിച്ചാലും എഴുതിക്കോളാം. മെക്കാനിസം ഓഫ് ആക്ഷൻ കോക്സ് എൻസൈം ഇൻഹിബിറ്റർ, അത് ആദ്യമേ എഴുതിക്കോളാം, പിന്നെ യൂസ് എഴുതുക. അതിനുശേഷം മാത്രമേ സ്ട്രക്ചർ വരയ്ക്കാനും അല്ലെങ്കിൽ അതിൻ്റെ സിന്തസിസ് വരയ്ക്കാനും ഒക്കെ നിൽക്കാവൂ. ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വരയ്ക്കാതെ പോകരുത്. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ബ്രീഫ് നോട്ട് വായിക്കുക എന്നുള്ളതാണ്. സോ ബാക്കി സ്ട്രക്ചറും കൂടെ പഠിക്കുക. സോ ബ്രീഫ് നോട്ട് ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നതിന് മുന്നെയോ, അതായത് ഇൻ ദ സെൻസ് എക്സാമിൽ പോകുന്നതിന് മുന്നേ വായിച്ചാലും പ്രശ്നമില്ല, ഭയങ്കര എളുപ്പമാണ്. കാര്യം NSID എന്ന് വെച്ചാൽ എങ്ങനെ ചോദിച്ചാലും നമുക്കറിയാം എങ്ങനെ എഴുതണം എന്നുള്ളത്. അതിൽ ഏത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇല്ല എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ സ്ട്രക്ചർ പഠിക്കുക, സിന്തസിസ് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് മാത്രം ഫോളോ അപ്പ് ചെയ്യുക. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.